ഹലോ വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ കിച്ചൺ ടൂർ കണ്ടാലോ. അപ്പോൾ പെട്ടെന്ന് വരൂ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇൻഡക്ഷൻ കുക്കറിൽ നിന്ന് തുടങ്ങാം കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മളൊരു ഇൻഡക്ഷൻ കുക്കറാണ് വെച്ചിട്ടുള്ളത്. അതിൻ്റെ താഴെ സ്പോഞ്ച് വെച്ചിട്ടുണ്ട് തെന്നി മായാതെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഓയിലിൻ്റെ സെക്ഷൻ വന്നിട്ട് കേട്ടോ. നമ്മളൊരു ബൗളാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഏറെക്കുറെ നമ്മുടെ ഓയിൽ സ്പ്രെഡ് ആകുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ നമ്മുടെ ബ്രഷിൻ്റെ കൊട്ടയിലാണ് കത്തികളൊക്കെ വെച്ചിട്ടുള്ളത്. കാരണം നമ്മൾ എവിടെ ആണി അടിക്കാൻ സമ്മതിക്കില്ല കേട്ടോ. പിന്നെ ഇതാണ് നമ്മുടെ റെഡിമെയ്ഡ് ചിമ്മിനി. നമുക്ക് അടുപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു ചിമ്മിണി വാങ്ങിച്ചതാണ്. നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്നാട്ടോ വാങ്ങിച്ചത്. ഇതുവരെ കംപ്ലൈൻറ്റ് ഒന്നും ഇല്ല കേട്ടോ. നമ്മളിത് 1 year ആയി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കേട്ടോ. പിന്നെ ഇതാണ് നമ്മുടെ ഡിഷ് വാഷ് വന്നിട്ട്. ഇത് നമുക്ക് ഡിഷ് വാഷ് ആയിട്ടും അതുപോലെ തന്നെ ഹാൻഡ് വാഷ് ആയിട്ടും യൂസ് ചെയ്യാം കേട്ടോ. ഇത് നമ്മൾ മീഷോന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. വെറും 12 രൂപയ്ക്കായിട്ട് ഞാനിത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നിപ്പോൾ ഇതിന് 12 രൂപയ്ക്ക് കിട്ടുമെന്നൊന്നും നമുക്കറിയില്ല കേട്ടോ. ഇതാണ് നമ്മുടെ സിങ്കിൻ്റെ ഏരിയ വന്നിട്ട് കേട്ടോ. നമുക്ക് ഡബിൾ സിങ്ക് ആണ്. പിന്നെ ഇതാണ് നമ്മളെ പൈപ്പ് കേട്ടോ. അതായത് സിങ്കിന് കൊടുത്തിട്ടുണ്ടായിരുന്ന പൈപ്പ് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു കേട്ടോ. ഇത് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു പൈപ്പും കൂടിയാണ്. ഇതിൽ നമുക്ക് വാട്ടറിൻ്റെ സ്പീഡ് കുറയ്ക്കാനും കൂട്ടാനൊക്കെ പറ്റും കേട്ടോ. നമുക്ക് എവിടെ ആണെങ്കിലും വലിച്ച് നീട്ടാം കേട്ടോ. പിന്നെ നമ്മുടെ പാത്രത്തിൻ്റെ സ്റ്റാൻഡ് വന്നിട്ട് നമ്മളെ സിങ്കിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ നമ്മളെ കിച്ചണിൽ റാക്കും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ മീഷോന്ന് ഇങ്ങനെ ഒരു റാക്ക് റെഡിമെയ്ഡ് റാക്ക് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. വെറും 500 രൂപയ്ക്കാട്ടോ ഞാൻ ഈ ഒരു റാക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ജനലിൻ്റെ അവിടെ ആയിട്ടാണ് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. നമ്മളത് പെട്ടെന്നുള്ളൊരു ഹൗസ് വാമിങ് ആയതുകൊണ്ട് തന്നെ നമ്മൾ വീടിൻ്റെ എല്ലാ പണികളൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ അകത്ത് അടുപ്പൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. നമ്മളൊരു പുറത്തൊരു വർക്കിയറായിട്ട് എടുത്തിട്ട് അടുപ്പൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് കൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു കിച്ചണിൽ അടുപ്പൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇവിടെയാണ് നമ്മുടെ വെജിറ്റബിളിൻ്റെ കൊട്ടയൊക്കെ വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഗ്യാസും കാര്യങ്ങളൊക്കെ ഇവിടെയായിട്ട് വെച്ചിട്ടുള്ളത്. ഗ്യാസ് നമ്മൾ അകത്ത് വെക്കുന്നത് വളരെ ഡേഞ്ചർ ആയിട്ടുള്ള കാര്യം കേട്ടോ. ഇതാണ് നമ്മുടെ റൈസ് കുക്കർ വന്നിട്ട്. നമുക്ക് അടുപ്പില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഇതിലാണ് ചോറ് വയ്ക്കാറുള്ളത് കേട്ടോ. പിന്നെ നമ്മുടെ മിക്സിയാണിത്. പിന്നെ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ സെക്ഷനാണ് കേട്ടോ. ഇവിടെ മുകളിൽ കാര്യമായിട്ട് ഒന്നും ഉണ്ടാവില്ല. കാരണം ഇവിടെ നമ്മൾ ഐസ്ക്രീം ഉണ്ടാക്കുന്ന ഒരു സംഭവം നമ്മൾ മീഷോന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ വല്ലപ്പോഴും ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അത് മാത്രമാണ് നമ്മൾ മുകളിൽ വെക്കാറുള്ളത്. പിന്നെ താഴെയാണ് നമ്മൾ മെയിനായിട്ടുള്ള എല്ലാ ഐറ്റംസും നമ്മൾ താഴെയാണ് വെക്കാറുള്ളത്. പച്ചക്കറി ആയാലും എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ ഫ്രിഡ്ജിൻ്റെ ഏരിയ വന്നിട്ട്. പിന്നെ നമ്മൾ കുറച്ച് പാത്രങ്ങളൊക്കെ ഈ ഒരു റാക്കിൽ കൂടെയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ നമ്മളെ ജ്യൂസ് ഗ്ലാസും പിന്നെ നമ്മൾ പുറത്തുനിന്നൊക്കെ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ നല്ല നല്ല ഗ്ലാസ്സൊക്കെ കൊടുക്കുമല്ലോ, അതൊക്കെ നമ്മൾ ഇവിടെയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഇതാണ് നമ്മൾ അടുക്കളൻ്റെ ഡോറ് വന്നിട്ട് കേട്ടോ. പിന്നെ ഇവിടെയാണ് നമ്മൾ ഫുഡ് കഴിക്കാനിരിക്കൽ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അടുക്കളയും അതുപോലെ തന്നെ ഡൈനിങ്ങും തമ്മിൽ നമ്മളൊരു ഓപ്പൺ ആയിട്ട് ചെറിയൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ, നമുക്ക് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ ഫുഡൊക്കെ പാസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു താഴത്താണ് നമ്മൾ ഇൻവെർട്ടറൊക്കെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. നമ്മൾ ഫുള്ളായിട്ടുള്ള പണികളൊന്നും കഴിഞ്ഞിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ ഈ ഒരു സംഭവം നമ്മൾ കുറേ വാങ്ങിച്ച് ഒട്ടിച്ചിട്ട് കുറേ ഒട്ടാതെ നിന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങളത് അങ്ങനെ ഉണ്ടോയെന്നൊക്കെ പറയാം. പിന്നെ നമ്മളിപ്പോൾ വാങ്ങിച്ചത് നല്ലപോലെ ഒട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാണ് നമ്മളെ ചോപ്പർ വന്നിട്ട് കേട്ടോ. നല്ല അടിപൊളി ചോപ്പറാണ്. നല്ലപോലെ ചോപ്പ് ചെയ്ത് കിട്ടുന്നുണ്ട് കേട്ടോ. നമ്മൾ നൂല് പോലത്തെ വാങ്ങിയപ്പോൾ പെട്ടെന്ന് തന്നെ പൊട്ടി പോകുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അടുക്കളയിൽ നമ്മൾ ഈ ഒരു സ്ലാവിലൊക്കെ ഇട്ട ടൈല് പറഞ്ഞിരുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോംബോ ആയിട്ട് നല്ല ഭംഗിയുണ്ട്. പിന്നെ ഈ ഒരു പാത്രങ്ങളൊക്കെ നമുക്ക് ഹൗസ് വാമിന് കിട്ടിയതായിട്ട് നമ്മൾ വല്ലപ്പോഴും മാത്രമേ യൂസ് ആക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇനിയും ഒരുപാട് പണികൾ നമ്മളെ കിച്ചണിൽ നടത്താനുണ്ട് കേട്ടോ. നമുക്ക് അടുപ്പും അതുപോലെ തന്നെ റാക്കുകളും അതുപോലെ തന്നെ ഡോറുകളൊക്കെ വെക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ സിമ്പിളായിട്ടുള്ള കിച്ചൺ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നൊക്കെ പറയാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പെട്ടെട്ട്